അതെ, ബിസ്ക്കറ്റ് മുട്ടയുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ അടിപൊളി പുഡിങ് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ആരാറൂട്ടിൻ്റെ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 4 മുട്ട, 1 കപ്പ് പാല്, ആവശ്യത്തിനുള്ള പഞ്ചസാര, പിന്നെ നല്ലൊരു ഫ്ലേവറിന് വാനില എസൻസോ അല്ലെങ്കിൽ ഏലക്കയോ ചേർത്തിട്ട് ഇതൊരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് അടിച്ചെടുക്കാം. അപ്പോഴേക്കും ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. ഷുഗറൊക്കെ മെൽറ്റായി കളറൊക്കെ ചേഞ്ച് ആയി വരുമ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. അതൊന്ന് തിക്കായി വരുമ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിങ് സെറ്റ് ചെയ്യുന്നത് അതിലോട്ട് ഗീ തടവിയിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ബിസ്ക്കറ്റിൻ്റെ മിക്സിയിലെ അതും കൂടി ഒഴിച്ചിട്ട് ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കുക. ഓരോ ഹോൾ ഇട്ട് കൊടുക്കണേ. എന്നിട്ട് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. 20 മിനിറ്റ് കഴിയുമ്പോൾ പുഡിംഗ് ഒക്കെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറി കഴിയുമ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതുപോലെ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്, അതുപോലെ നല്ല സോഫ്റ്റുമാണ്. കഴിച്ചാൽ ഇതുപോലെ കഴിച്ചുകൊണ്ടേയിരിക്കും, അത്രയും സോഫ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കെ. അതെ, ബിസ്ക്കറ്റ് മുട്ടയുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ അടിപൊളി പുഡിങ് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ആരാറൂട്ടിൻ്റെ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 4 മുട്ട, 1 കപ്പ് പാല്, ആവശ്യത്തിനുള്ള പഞ്ചസാര, പിന്നെ നല്ലൊരു ഫ്ലേവറിന് വാനില എസൻസോ അല്ലെങ്കിൽ ഏലക്കയോ ചേർത്തിട്ട് ഇതൊരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് അടിച്ചെടുക്കാം. അപ്പോഴേക്കും ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. ഷുഗറൊക്കെ മെൽറ്റായി കളറൊക്കെ ചേഞ്ച് ആയി വരുമ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. അതൊന്ന് തിക്കായി വരുമ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിങ് സെറ്റ് ചെയ്യുന്നത് അതിലോട്ട് ഗീ തടവിയിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ബിസ്ക്കറ്റിൻ്റെ മിക്സിയിലെ അതും കൂടി ഒഴിച്ചിട്ട് ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കുക. ഓരോ ഹോൾ ഇട്ട് കൊടുക്കണേ. എന്നിട്ട് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. 20 മിനിറ്റ് കഴിയുമ്പോൾ പുഡിംഗ് ഒക്കെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറി കഴിയുമ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതുപോലെ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്, അതുപോലെ നല്ല സോഫ്റ്റുമാണ്. കഴിച്ചാൽ ഇതുപോലെ കഴിച്ചുകൊണ്ടേയിരിക്കും, അത്രയും സോഫ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കെ.